Right. But actually there are 12 vowel sounds in English. യഥാർത്ഥത്തിൽ 12 vowel sounds ഉണ്ട്. അതാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം. How many alphabets are there in English? 26. But these alphabets represent certain sounds, and the total number of sounds in English are എത്ര സൗണ്ട്സ് ആണ് ഇംഗ്ലീഷിലൊന്നും അറിയുമോ? അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഇംഗ്ലീഷ് ടെക്സ്റ്റിന്റെ ലാസ്റ്റ് പേജിൽ ഒരു സിമ്പിൾസ് നൊട്ടേഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. ആരും സ്കൂളിൽ ഇങ്ങനെ പഠിപ്പിക്കാറില്ല, ശ്രദ്ധിക്കാറില്ല. ഓർമ്മയുണ്ടോ അങ്ങനെ ഇംഗ്ലീഷ് സൗണ്ട്സ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്? ഇംഗ്ലീഷ് ടെക്സ്റ്റിന്റെ ലാസ്റ്റ് പേജിലെല്ലാം കൊടുത്തിട്ടുണ്ടാവും. ഓർമ്മയില്ല? അതെ, രണ്ട് സ്ലാഷ് ഇട്ടിട്ട് ഓരോ സൗണ്ട്സ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. There are 44 sounds in English. എത്ര സൗണ്ട്സ് ഉണ്ട്? Right. അത് നോട്ട് ചെയ്യുക. There are 44 sounds in English. 12 vowels, 8 diphthongs, D-I-P-H, T-H-O-N-G-S. 8 diphthongs. Diphthong spelling D-I-P-H-T-H-O-N-G-S. Diphthong simply meaning combination of vowels. ഈ vowel sounds ചേർന്ന് വരുന്ന 8 ശബ്ദങ്ങളാണെന്ന് diphthongs ആയിട്ട് അറിയപ്പെടുക. 8 diphthongs and 24 consonants. 24 consonants. ഇതാണ് നമ്മുടെ 44 sounds in English. 12 vowels, 8 diphthongs, 24 consonants. അല്ലേ? അപ്പൊ ഇതിൽ നമ്മൾ അതായത് ഇത് നമ്മൾ യഥാർത്ഥത്തിൽ ഇനിയല്ല. ഇപ്പൊ നിങ്ങളിപ്പോ പഠിച്ച് BEd എന്തെങ്കിലുമൊക്കെ എടുത്ത് സ്കൂളിൽ ക്ലാസ്സൊക്കെ എടുക്കാൻ പോകുമ്പോഴത്തേക്ക് ഇനിയുള്ള പിള്ളേർ അല്ലെങ്കിൽ പുതിയ തലമുറയിലുള്ള പിള്ളേരെ വോവൽസ് ഒന്ന് പഠിപ്പിക്കുമ്പോഴത്തേക്കും ഈ 5 വോവൽസ് ആയിട്ട് പഠിപ്പിച്ചാൽ അത് ശരിയാകത്തില്ല. അതിനൊരു കാരണമാണ്. നമ്മൾ തന്നെ ഇപ്പോൾ അതിന്റെ ലിമിറ്റേഷൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മൾ ഈ സ്കൂൾ ഡേയ്സിൽ വോവൽസിനെ പഠിപ്പിച്ചിട്ട് ആ റൂള് ഈ 5 ലെറ്റേഴ്സ് വെച്ച് യോജിക്കാറുണ്ടോ എല്ലാ വാക്കുകൾക്കും? കാരണം ഒരു യൂണിവേഴ്സിറ്റി നമുക്ക് പറയാം. എങ്ങനെ പറയും? ഒരു യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? എ യൂണിവേഴ്സിറ്റി. അവിടെ എന്തുകൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? യു. അത് ഏതിൽ വരുന്നുണ്ട്? വോവൽസിൽ വരുന്നുണ്ട്. പക്ഷെ നമ്മളവിടെ എക്ക് പകരം ഏത് ഉപയോഗിക്കുന്നില്ല? ആൻ ഉപയോഗിക്കുന്നില്ല. അല്ലേ? വോവൽസിന്റെ റൂളതാണല്ലോ. ഈ വോവൽ സൗണ്ട്സ് അല്ലെങ്കിൽ വോവൽ ലെറ്റേഴ്സ് ആയിട്ട് പറയാം. ഈ വോവൽ ലെറ്റേഴ്സ് വെച്ച് തുടങ്ങുന്നതിന് മുമ്പ് എക്ക് പകരം ആൻ ഉപയോഗിക്കണം എന്നുള്ളതാണ് റൂൾ. ആൻ ആപ്പിൾ, അല്ലേ? ആൻ ഓറഞ്ച്, ആൻ അംബ്രല്ല, അങ്ങനെയാണ്. പക്ഷെ നമ്മൾ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഉപയോഗിക്കുന്നില്ല, ആൻ ഉപയോഗിക്കുന്നില്ല. അവിടെ വരുന്ന ഈ പരിമിതി അല്ലെങ്കിൽ അവിടെ വരുന്ന ആ ഒരു ലിമിറ്റേഷൻ അതിനെ മറികടക്കണമെങ്കിൽ നമ്മൾ ഏതറിയണം? ഈ 12 വോവൽ സൗണ്ട്സ് ഏതാണെന്ന് അറിയണം. മനസ്സിലായോ? ഈ 12 വോവൽ സൗണ്ട്സ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് പരിമിതിയില്ല, ഈ ഒരു പരിമിതിയില്ല. ഏത് പരിമിതി? നമ്മൾ എ യൂണിവേഴ്സിറ്റി എന്നാണ് ഉപയോഗിക്കുക, ആൻ യൂണിവേഴ്സിറ്റി അല്ല. അതായത് എ വൺ എന്നാണ്. വൺ എന്നുള്ള വാക്ക് തന്നെയാണ്. അവിടെയും ഒരു എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ആൻ അല്ല ഉപയോഗിക്കുക, പകരം ഏത് ഉപയോഗിക്കുന്നു? എ ഉപയോഗിക്കുന്നു. അതേസമയം വൺ എന്നുള്ള വാക്ക് തുടങ്ങുന്നത് ഏത് ലെറ്ററിലാണ്? ഓ. ഓ ഏതിൽ വരുന്നുണ്ട്? ഈ എ ഐ ഒ യു എന്ന 5 ലെറ്ററുള്ള വരുന്നുണ്ട്. പക്ഷെ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? തെറ്റിക്കുന്നു. അല്ലേ? അവിടെ നമുക്ക് ആ പരിമിതി
അപ്പൊ ആ പരിമിതിയെ നമ്മൾ എന്തുകൊണ്ട് ആ പരിമിതി നിൽക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ അവിടെ കാണാതെ പഠിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. ആ കാണാപ്പാട് നമുക്ക് ആവശ്യമില്ല. ഏതറിഞ്ഞു കഴിഞ്ഞാൽ the true vowels, അല്ലെങ്കിൽ all the vowels, that is the total vowel sounds. അപ്പൊ അതിലെ vowel sounds നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പരിമിതി നമുക്ക് ഇനി അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ 5 വോവൽസിന്റെ സ്ഥാനത്ത് യഥാർത്ഥത്തിൽ 12 വോവൽസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? അതറിഞ്ഞിരിക്കും 12 വോവൽസ് എന്നുള്ളത്. അതിലെ ഷോർട്ട് വോവൽസ് എന്ന് പറയുന്നതാണ് ഇതത്രേ. ഇത് ഉച്ചരിക്കേണ്ടതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇത് ഐ എന്ന് എഴുതുന്നു, നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഐ പോലെയാണ് ഇതിന്റെ നൊട്ടേഷൻ എഴുതുന്നത്. പക്ഷെ വായിക്കേണ്ടത് എങ്ങനെയാണ്? ഈ ഇതാണ് ഈ. അതായത് മലയാളത്തിൽ നമ്മൾ ഈ അല്ലേ ലോങ് വോവലായിട്ട് വായിക്കും, ഷോർട്ട് വോവലായിട്ട് വായിക്കും. അതിന് ഷോർട്ട് വോവലാണ് ഇത് ഐ. അത് ഐ ആയിട്ട് എഴുതും, പക്ഷെ ഉച്ചരിക്കേണ്ടത് എങ്ങനെയാണ്? സ്മോൾ ആൻഡ് ഷോർട്ട് ആയിട്ട്. ഇത് എ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ പിറ്റ് എന്നൊരു വാക്ക് വരുമ്പോഴത്തേക്കും അല്ലെ, ആ 3 ശബ്ദം ചേരുമ്പോഴാണ് ഇത് ഉണ്ടാവുന്നത് പിറ്റ്. അപ്പൊ അതിന് നടുക്ക് വരുന്ന ശബ്ദത്തെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പൽ നോട്ടേഷൻ ആണ് ഇത്. ഈ ക്യാപിറ്റൽ ഐ പോലെ എഴുതുക, അതിന്റെ ഉച്ചാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ. അടുത്ത ഇത് എ. ഉദാഹരണം പെൻ. പെന്നായിരുന്നു പി അല്ലെ. ശബ്ദം കഴിഞ്ഞിട്ട് ഇടയ്ക്ക് വരുന്ന ശബ്ദമാണ് ഇതുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുക. ഈ സ്മോൾ ലെറ്റർ ഈ പോലെ എഴുതുന്ന സിമ്പൽ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുക. ഇത് വന്നിട്ട് എ. ഉദാഹരണം മാൻ, MAN, മാൻ അല്ലെ. അപ്പൊ മാൻ നമ്മൾ ഉച്ചരിക്കുമ്പോഴത്തേക്കും മ ശബ്ദത്തിൽ തുടങ്ങുന്നു, ഞ ശബ്ദത്തിൽ തീരുന്നു. ഇതിനിടയിൽ വരുന്ന എ ശബ്ദമാണല്ലോ മാൻ. അപ്പൊ ആ എ ശബ്ദത്തെ റെപ്രസെന്റ് ചെയ്യുന്ന നൊട്ടേഷനാണ് ഇത് ഈ സിമ്പൽ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുക. അടുത്ത ഇതൊരു ചെറിയ ആ ശബ്ദമാണ്. ഉദാഹരണത്തിന് നമ്മൾ മലയാളത്തിലേക്ക് അതിനെ ട്രാൻസ്ലേറ്റ് എഴുതി കഴിഞ്ഞാൽ എഴുതിയിട്ട് ചന്ദ്രകല എഴുതുക. അപ്പൊ അതിന് അല്പം മുകളിലോട്ടുള്ള ഒരു ശബ്ദം അല്ലെ, അത്രേ ഉള്ളൂ. അതെവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ BUT, ബട്ട് എന്നുള്ള ചെയ്യുക 3 അക്ഷരമുള്ള ഒരു ചെറിയ വാക്ക്. പക്ഷെ ആ ബട്ട് എന്നുള്ള വാക്കിന്റെ ബ ശബ്ദത്തിൽ തുടങ്ങുന്ന ചെ ശബ്ദത്തിൽ അവസാനിക്കുന്നു. ഇതിനിടയിൽ വരുന്ന ആ ശബ്ദമുണ്ട്. ആ ശബ്ദവും ഈ എ ശബ്ദവും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ. അപ്പൊ ആ ബട്ട് എന്നുള്ള വാക്കിന്റെ നടുവിൽ വരുന്ന ആ ശബ്ദത്തെ റെപ്രസെന്റ് ചെയ്യാനായിട്ടാണ് ഈ വി മറിച്ചിടുന്ന എന്ത് ചെയ്യുക, സിമ്പൽ കൊണ്ട് നോട്ടേറ്റ് ചെയ്യുക. അടുത്ത് ഇതെന്ത് ചെയ്യുക, ഓ. എങ്ങനെ എഴുതാം? ഇത് വരച്ചെടുക്കുന്ന പോലെ വരച്ചെടുക്കേണ്ടി വരും. ഇങ്ങനെ അറിയിക്കുക ഓ. ഇത് ഓ. ഇപ്പൊ പോർട്ട്, BOT പോർട്ട് അല്ലെ. ശബ്ദത്തിൽ മറ്റേ ശബ്ദത്തിൽ അവസാനിക്കുന്നു. നടുക്ക് എന്ത് ചെയ്യുക, ചെറിയൊരു ഓ ശബ്ദമുണ്ട്. ആ ഓ ശബ്ദത്തെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പലാണ് ഇത് ഈ ഓ. ഇത് വീണ്ടും ആ ശബ്ദത്തിന്റെ ഒരു വകഭേദം. ആ ശബ്ദത്തിന് നമ്മൾ വളരെ വളരെ സ്ലൈറ്റ് ആയിട്ട് പലയിടത്തും നമ്മൾ അത് ശക്തമായിട്ട് ഉച്ചരിക്കാറുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അനന്തത. അനന്തത വാക്കുകളുണ്ടല്ലോ, ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കാം. എബൌട്ട്. ആ എബൌട്ട് എന്നുള്ള വാക്കിൽ നമ്മൾ തുടക്കത്തിലുള്ള എന്നുള്ള ലെറ്റർ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നു. പക്ഷെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ കുറച്ചുകൂടെ ശക്തമായിട്ട് ഉപയോഗിക്കാറുണ്ട്. എബൌട്ട് എന്ന് പറയുമ്പോൾ